ഇസ്ലാമിലെ ധന ആകർഷണ യന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും മറ്റു മതങ്ങളിലെ നെഗറ്റീവായിട്ടുള്ള തിന്മകളുമായിട്ടുള്ള കാര്യങ്ങളാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ തന്നെ മറ്റു മതങ്ങളിൽ എന്തൊക്കെയാണ് നന്മകളെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാറില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഇതേപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റും എല്ലാം തന്നെ ഉണ്ടാകുന്നത്. നമ്മളെ മതത്തിലെയും അതോടൊപ്പം തന്നെ മറ്റു മതങ്ങളിലെയും നന്മകൾ നമ്മൾ ലൈഫിലേക്ക് പകർത്തുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നിങ്ങൾ കിട്ടുന്നതാണ്. നിങ്ങളിപ്പോൾ ഇസ്ലാമിക മതത്തിലായിരിക്കും ജനിച്ചിരിക്കുന്നത്, നിങ്ങളിപ്പം ക്രിസ്തീയ മതത്തിലായിരിക്കും, ഹിന്ദു മതത്തിലായിരിക്കും ജനിച്ചിരിക്കുന്നത്. അതിലെല്ലാം തന്നെ നെഗറ്റീവും പോസിറ്റീവ് സൈഡ്സും ഉണ്ട്. ഇതിലെ പോസിറ്റീവ് സൈഡ്സ് നമ്മൾ മറ്റു മതങ്ങളിലും സ്വന്തം മതത്തിൽ നിന്നെല്ലാം തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈലിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കാം. അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ലഭിക്കുന്നതാണ്. ഇന്നിവിടെ പറയാൻ പോകുന്ന ധന ആകർഷണത്തിന് ഇസ്ലാമിക തന്ത്രം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മലബാറിലാണ് ജീവിക്കുന്നത്. അതായത് മലബാറിലെ ഓരോരുത്തരുടെ വ്യക്തികളുടെ ലൈഫിലെ ചേഞ്ചസ് വരുന്ന സമയത്ത് എന്തുകൊണ്ട് അവർക്ക് ചേഞ്ചസ് വരുന്നു, അല്ലെങ്കിൽ എന്ത് മറ്റു വിഭാഗക്കാർക്ക് ചേഞ്ചസ് വരുന്നില്ല എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇതൊരു തുറന്ന മനസ്സോടെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാ മതങ്ങളിലെയും നന്മകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമുണ്ട്. നമ്മൾ എന്താണോ നൽകുന്നത് അതാണ് നമ്മളിലേക്ക് തിരികെ വരുന്നത്. പലപ്പോഴും നമ്മൾ പണം കിട്ടുന്ന സമയത്ത് പണം എപ്പോഴും നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കാറ്. നമ്മളൊരിക്കലും ചാറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നന്മയ്ക്ക് വേണ്ടിയിട്ടോ ഒന്നും തന്നെ ചെയ്യാൻ ശ്രമിക്കാറില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പണം വരണമെങ്കിൽ നമ്മൾ പണം നൽകിയേ മതിയാവും. അത് ദാനമായോ കാര്യങ്ങളായോ നൽകുന്നതനുസരിച്ച് അത് ഇരട്ടിയായി വരും എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസിലൂടെയും ഞാൻ മറ്റുള്ളവരുടെ ലൈഫിൽ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളുടെ ലൈഫിലെല്ലാം തന്നെ കണ്ടെത്തിയത്. ഇപ്പം തന്നെ ജസ്റ്റ് വാറൻ ബഫറ്റിൻ്റെ കാര്യം എടുക്കും. അദ്ദേഹത്തിൻ്റെ ഏകദേശം 98% അദ്ദേഹം ഉണ്ടാക്കി വെച്ച അങ്ങനെ പണമെല്ലാം തന്നെ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെയാണ് ബിൽ ഗേറ്റ്സും പലരും, അതായത് ചാരിറ്റിക്ക് വേണ്ടി അവരെന്തുകൊണ്ട് ഇത് നൽകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പണത്തിൻ്റെ ഫ്ലോ വരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ എന്താണോ നൽകുന്നത് അതാണ് നമ്മളിലേക്ക് തിരികെ വരുന്നത്. എന്തുകൊണ്ടാണ് ഇസ്ലാമിയുടെ പണത്തിൻ്റെ അല്ലെങ്കിൽ പണത്തിൻ്റെ വിദ്യ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ മലബാർ ഏരിയയിലായതുകൊണ്ട് ഇസ്ലാമിക വിശ്വാസികളാണ് കൂടുതലായിട്ട് ദാനം നൽകുന്നതായിട്ട് കണ്ടെത്തുന്നത്. മറ്റു മതങ്ങളിലില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതൊരു റിച്വലായിട്ട്, അതായത് അതൊരു ഇങ്ങനെ അവരെ റിലീജിയസ് പ്രാക്ടീസിൻ്റെ ഒരു റിച്വലായിട്ടാണ് അവർ കൊടുക്കുന്നത്. പണമില്ലാത്ത വ്യക്തികൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾ വരെ സക്കാത്ത് അതേപോലെയുള്ള ദാനധർമാദികൾ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നോക്കുന്ന സമയത്ത് അവരെല്ലാം ഒരു നല്ലൊരു ലെവലിലേക്ക്, അതായത് അവർ ഡൗൺ ടൈമിൽ അവർ ദാനം ചെയ്തിട്ട് പോലും അവർ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർ നല്ല രീതിയിൽ ഉയരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളുടെ ലൈഫിലും ഈ ഒരു പ്രാക്ടീസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നല്ലത്. ഇൻ കേസ് അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ചെറിയ രീതിയിലെങ്കിലും. കാരണം ഇത് ദാനം എന്ന് പറയുന്നത് പണം മാത്രമല്ല കേട്ടോ. ചില ആൾക്കാർ ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പണം കൊടുക്കുക എന്നുള്ള മാത്രമല്ല, നല്ല വാക്കുകൾ, അതായത് ഒരു വ്യക്തി വേദനിച്ച് നിൽക്കുകയാണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള വാക്കുകൾ പറയാം, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം, നല്ല അറിവുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അങ്ങനെ ചെയ്യുന്നതനുസരിച്ച് അത് നമ്മളിലേക്ക് ഇരട്ടി വരും. ഞാൻ തന്നെ ഇപ്പം സൗജന്യമായിട്ട് 365 ദിവസത്തെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ ക്ലാസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ അറിവാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അറിവ് നൽകുന്നു, അല്ലെങ്കിൽ അറിവ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കഴിയുന്ന രീതിയിൽ ഇങ്ങനെ അറിവ് നൽകുക, അതോടൊപ്പം തന്നെ ദാനങ്ങൾ നൽകുക. അത് പണമാവാം, ഫുഡാവാം, എന്തോ ആവട്ടെ. അന്നദാനമാണ് മഹാദാനമായിട്ട് പറയപ്പെടുന്നത്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ നൽകുന്നതനുസരിച്ച് നമ്മളിലേക്ക് തിരികെ വരുന്നതുകൊണ്ട് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നൽകാൻ വേണ്ടി ശ്രമിക്കുക. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണത്തിൻ്റെ കാര്യത്തിൽ ദാനധർമ്മങ്ങൾ നമ്മൾ സമ്പാദിക്കുന്ന തുകയുടെ ഒരു 5 അല്ലെങ്കിൽ 3, 5 അല്ലെങ്കിൽ ഒരു 8% അല്ലെങ്കിൽ 10% ചെയ്യുക. അത് അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തണം. അല്ലാതെ ചുമ്മാ ഇതേപോലെ തന്നെ വീഡിയോസോ കാര്യങ്ങളോ കണ്ടിട്ട് ഫേക്കായിട്ടുള്ള ആൾക്കാർക്കല്ല, നിങ്ങൾ കൺമുന്നിൽ. ഇപ്പം ചില ആൾക്കാർ ഇൻ്റർനെറ്റിൽ ഇതേപോലെ തന്നെ പ്രൊമോഷനും കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നേരെ മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോം വിളിച്ചിട്ട് അങ്ങനത്തെ എന്തെങ്കിലും അതിൻ്റെ എൻക്വയറി കാര്യങ്ങൾ വരികയാണെങ്കിൽ ഫോം വിളിച്ച് ജെന്യൂനിറ്റി ടെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളെ വീടിന് ചുറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ ഒന്ന് സഹായിക്കുക. ചിലപ്പോൾ 100 രൂപയായിരിക്കാം, 1000 രൂപയായിരിക്കാം, ഒരു നേരത്തെ ഭക്ഷണമായിരിക്കാം, എന്തുമാവട്ടെ. അത് നൽകുകയാണെങ്കിൽ അത് നിങ്ങളുടെ മണി ബ്ലോക്ക് മാറ്റിയിട്ട് നിങ്ങൾ ലൈഫിലേക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോഴും പറയുന്നത്, ഈ ദാനധർമ്മങ്ങൾ ഇപ്പം ഇസ്ലാമിൽ തന്നെ പറയുന്ന കാര്യമുണ്ട്, ദാനധർമ്മങ്ങൾ ആപത്തുകളെ തടയുന്നുള്ളത്. കാരണം നമുക്ക് വരുന്ന ഓരോ നെഗറ്റീവായ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ കാർമ്മികമായിട്ട് കിട്ടുന്നതാണ്. അത് ദാനം നൽകുകയാണെങ്കിൽ അത് നമ്മളിൽ നിന്ന് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അത് ഇസ്ലാമിക വിശ്വാസികളെല്ലാം തന്നെ അവരെല്ലാം അതൊരു റിലീജിയസ് പ്രാക്ടീസായിട്ട് കൊണ്ടുപോയിട്ട് അവർക്കെല്ലാം അത് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കഴിയുന്ന രീതിയിൽ ദാനം നൽകുക. വീണ്ടും പറയുകയാണ്,
കിട്ടുന്ന 100 രൂപ കിട്ടുന്ന ആ 100 രൂപ ദാനം കൊടുക്കാനല്ല പറയുന്നത്, 5-8 രൂപ, അതായത് 100 രൂപ കിട്ടുകയാണെങ്കിൽ 5-8 രൂപ മാത്രം കൊടുക്കുക. ജസ്റ്റ് പേഴ്സൻറ്റേജ് കണക്കാണ്. 1000 രൂപ കിട്ടുകയാണെങ്കിൽ അത് ഒരു 100 രൂപ അല്ലെങ്കിൽ 80 രൂപയോ കൊടുക്കുക. അല്ലാതെ നിങ്ങൾ കിട്ടുന്ന പണം നേരെ കൊടുത്തിട്ട് ഏതൊരു വ്യക്തിക്ക് സഹായിക്കുക, അല്ലെങ്കിൽ 1000 രൂപ കിട്ടുകയാണെങ്കിൽ 1100 ഒരു 100 രൂപ കടം മേടിച്ചിട്ട് വേറൊരു വ്യക്തിക്ക് കൊടുക്കാനല്ല പറയുന്നത്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ഒന്ന് ചെയ്യുക. ഒരു 21 ഡേയ്സെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളെ പറ്റുന്ന രീതിയിൽ ഒന്ന് ചെയ്യുക. നിങ്ങൾ ലൈഫിൽ ഒരു അബൻഡൻസ് ഫീൽ ചെയ്യും. കാരണം നൽകുന്ന സമയത്ത് നിങ്ങളിൽ ഉള്ളതായിട്ടുള്ള അല്ലെങ്കിൽ ഉള്ളതായിട്ടുള്ള ഒരു അവസ്ഥയെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അതിലൂടെ നിങ്ങൾ ലൈഫിൽ ചേഞ്ച് വരും. അതിനേക്കാൾ ഉപരി നിങ്ങൾ വഴി അല്ലെങ്കിൽ നിങ്ങൾ കാരണം ഒരു വ്യക്തിയുടെ ഒരു നേരത്തെ അന്നത്തിനുള്ള വഴിയായല്ലോ, അതല്ല ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് താഴെ കാണുന്ന ഗ്രൂപ്പിലെല്ലാം തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.